പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസത്തിൻ്റെ ആരാധനയുടെ ഭാഗമായിട്ടുള്ള ഒരുക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ചിരിക്കുന്ന വായനകൾ സ്ലീബായ്ക്ക് ശേഷം വരുന്ന 4-ാമത്തെ ഞായറാഴ്ചയാണ്. ഒന്നാമത്തെ വായന സന്ധ്യയുടേതാണ്. സന്ധ്യ വായനയിൽ മർക്കോസ് 10:1 മുതൽ 16 വരെ വാക്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വായനകളൊക്കെ ദേവാലയത്തിൽ സാധിക്കുന്ന കാര്യമല്ല. സന്ധ്യാപ്രാർത്ഥനയുള്ള പള്ളികളിൽ ചിലപ്പോൾ മാത്രം സംഭവിക്കുന്നതാണ്. എന്നാലും നിങ്ങൾ വീട്ടിലിരുന്ന് ഈ വചനം കേട്ട് വായിച്ച് ധ്യാനിച്ചോളണം. സന്ധ്യയുടെ വായന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 16 വരെ വാക്യങ്ങൾ, 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെ വാക്യങ്ങൾ. പ്രഭാതത്തിൻ്റെ വായന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 45 വരെ വാക്യങ്ങൾ. പിറ്റേ ദിവസം ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള പഴയ നിയമ വായനകൾ സംഖ്യാപുസ്തകം 29-ൻ്റെ 35 മുതൽ 40 വരെ വാക്യങ്ങളും, സഖരിയാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങളും, ഏശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെ വാക്യങ്ങളുമാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ 4-മതൊരു വായന തുടർ വായനയ്ക്കെന്ന് പറഞ്ഞിട്ട് 1 രാജാക്കന്മാർ 8-ാം അധ്യായം 27 മുതൽ 30 വരെ വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് സാധാരണ ഇപ്പോൾ പള്ളിയിൽ വായിക്കാറില്ല. വിശുദ്ധ കുർബാനയ്ക്കുള്ള വായനയായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 24 മുതൽ 28 വരെ വാക്യങ്ങളാണ് പൊതുവിന് എഴുതിയിട്ടുള്ളത്. പൗലോസ്ലീഹായുടെ ലേഖനം കൊലോസ്യർ 1-ാം അധ്യായം 21 മുതൽ 26 വരെ വാക്യങ്ങളാണ്. എവൻഗേലിയോൻ ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ വായന ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 18 വരെ വാക്യങ്ങളാണ്. ഇത്രയും വായനകളാണ് പ്രിയമുള്ളവരെ നമുക്ക് നാളത്തെ ഈ ഞായറാഴ്ചത്തെ ധ്യാനത്തിനായിട്ട് സന്ധ്യ മുതൽ ഒരുങ്ങുവാൻ ക്രമീകരിച്ച് തന്നിരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ ശുശ്രൂഷയിലേക്ക് സ്പീഡിൽ പോകാം. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാകാൻ വേദനാഥനേ നിൻ്റെ ജ്ഞാനം നൽകുകയും. കർത്താവെ, അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെ തിരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് ഒരു സത്യാരാധനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകാൽ ഈ ദിവസങ്ങളിൽ ഓർമ്മയാചരിക്കപ്പെട്ട എൽദോമാർ ബസേലിയസ് ബാവായുടെ പ്രത്യേക പ്രാർത്ഥന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമേ. സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 16 വരെ വാക്യങ്ങളാണ് നമുക്ക് സന്ധ്യയുടെ വായനയായിട്ട് ക്രമീകരിച്ചു തന്നിരിക്കുന്നത്. വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഒരു പ്രബോധനമാണ് യേശു നമുക്ക് നൽകുന്നത്. അവിടെ ഒരു തർക്കം വന്നതുകൊണ്ടാണ് അങ്ങനെ ആ കാര്യങ്ങൾ അവിടെ ക്രമീകരിക്കപ്പെട്ടതെന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? യേശു മറുപടി പറഞ്ഞു, മോശ എന്താണ് കൽപ്പിച്ചിരിക്കുന്നത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് എഴുതിയത്. എന്തെന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈ കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഭാര്യ ഉപേക്ഷിച്ച് മറ്റുള്ള വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഈ ഭാഗമാണ് യേശു പറഞ്ഞത്. മോശ ഉപേക്ഷാപത്രം കൊടുത്താൽ ഭാര്യ ഭർത്തൃ ബന്ധം വേർപിരിയുമെന്ന്
പരീശന്മാർ പറയുകയാണ്, അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശമെന്ന് പറയുകയാണ്. അപ്പോൾ യേശു പറയുന്നത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ്. ഹൃദയത്തിൽ എന്താ പറയുക, മനസ്സലിവും സ്നേഹവും വിട്ടുവീഴ്ച മനോഭാവമൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ തുല്യമാണെന്നും അവരുടെ എല്ലാവരുടെയും അവകാശങ്ങൾ എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് വ്യക്തിപരമായി സംരക്ഷിക്കേണ്ടതുണ്ടെന്നൊക്കെ ഉള്ള വിചാരം വന്നു കഴിഞ്ഞാൽ ഈ വേർപിരിയലിൻ്റെ ആവശ്യം വരുന്നില്ല. പരസ്പരം സഹിച്ചും ക്ഷമിച്ചും അനുസരിച്ചും ബഹുമാനിച്ചൊക്കെ പോകാൻ കഴിയുമെന്ന് യേശു പറയുകയാണ്. കാരണം അതിന് പറയുന്നത് പുരുഷനും സ്ത്രീയും രണ്ടല്ല ഒന്നാണെന്നാണ്. ഒരേ ആശയം, ഒരേ ചിന്ത, ഒരേ ജീവിത രീതി, ഇതൊക്കെ അതിൽ അടങ്ങും. പ്രിയമുള്ളവരെ, അവിടെ രണ്ടല്ല. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു വൈദികൻ്റെ പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ അമ്മ എന്ത് ഭക്ഷണമാണോ പാചകം ചെയ്ത് കൊടുക്കുന്നത് അത് ഭക്ഷിച്ച് പോകുമെന്നല്ലാതെ മറിച്ച് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം വേണം, ഇന്നത് വേണ്ട എന്നൊന്നും പറയാറില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയെക്കുറിച്ച് കേൾക്കുവാനിടെ അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ ആ ഒരു നല്ല എന്ന് വെച്ചാൽ ഇത് ഒരുപക്ഷെ നമുക്കറിയാം, പഴയ കാലത്ത് കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ ഉള്ള വീടുകളാണെങ്കിലും ഒരുപക്ഷെ ആ അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഹിതം, മക്കളുടെ ഹിതം അറിയാമായിരുന്നു. അതുകൊണ്ട് ഇഷ്ടമുള്ളത് മാറി മാറി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇല്ല, ഇനി ദാരിദ്ര്യമൊക്കെയാണ്, ഇഷ്ടമൊക്കെ അറിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത, സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു കഷ്ടതയുടെ അനുഭവത്തിലാണെങ്കിൽ ആ പിതാവ് അത് മനസ്സിലാക്കി ഭക്ഷിച്ച് സന്തോഷത്തോടെ എഴുന്നേറ്റ് പോകുമായിരുന്നു. ഇവിടെയൊക്കെയാണ് ഈ ഒന്നാകുക എന്ന് പറയുന്നത്. അല്ല, മാംസവും ശരീരവും ഒന്നെന്നല്ല, അത് രണ്ടായിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിലെ ചിന്തകൾ ഐക്യത്തിൻ്റേതായിരിക്കാൻ സാധ്യത വളരെ അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് യേശു പറയുന്നത്. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വേണ്ടി ജീവിക്കണമെന്ന് പറയുന്നു. പൗലോസ്ലീഹായും അത് തന്നെ പറയുന്നുണ്ട് കേട്ടോ. 1 കൊരിന്ത്യർ 11:12 പറയുന്നു, സ്ത്രീ പുരുഷനിൽ നിന്നും ഉണ്ടായതുപോലെ, സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ എന്ന് പറയുമ്പോൾ ആദമിൽ നിന്നാണ് ഹവ്വായെ ജനിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പൗലോസ്ലീഹ പറഞ്ഞു, അതുപോലെ ഇപ്പോൾ ഇന്ന് പുരുഷൻ സ്ത്രീയിൽ നിന്ന് പിറക്കുന്നു. വ്യത്യാസം വന്നു. അപ്പോൾ പൗലോസ്ലീഹയുടെ അഭിപ്രായത്തിൽ പുരുഷനിൽ നിന്ന് സ്ത്രീയെ രൂപപ്പെടുത്തിയത് പുരുഷൻ്റെ സ്വന്തമാകാൻ, അല്ലെങ്കിൽ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ് എന്ന ഉറപ്പ് വരുത്താനാണെങ്കിൽ, പുരുഷനും സ്ത്രീയും ഒന്നാണ് എന്നുള്ള ആ ഒരു വിചാരത്തിലെത്താനാണെങ്കിൽ പൗലോസ്ലീഹ പറയുകയാണ്, ഇന്ന് എന്തിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്നു? ഇന്ന് സ്ത്രീയിൽ നിന്ന് പുരുഷൻ രൂപപ്പെടുന്നു. അപ്പോൾ വേർപെടുത്താൻ പറ്റാത്ത ബന്ധത്തിൻ്റെ അനുഭവമാണ്, അവസ്ഥയാണ് അവിടെ ഉള്ളതെന്ന് പറയുകയാണ്. അതുകൊണ്ട് വീണ്ടും പൗലോസ്ലീഹ പറയുന്നു, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിനാണ് അധികാരമെന്ന് പറയുകയാണ്. അത് 1 കൊരിന്ത്യർ 7:4 7-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവർ, അവിടെ വളരെ വ്യക്തമായി അങ്ങനെ സംസാരിക്കുകയാണ്. രണ്ടാമത്തെ നമ്മൾ വായിച്ച ചിന്തയിൽ നിന്ന് വരുന്നത്, കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ അടുക്കൽ വിടണം എന്നാണ്. കുഞ്ഞുങ്ങളെ തടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു, അവരെ എൻ്റെ അടുക്കൽ വരുവാൻ അവരെ വിടുക എന്ന് പറഞ്ഞു. ദൈവകൃപയിൽ കുഞ്ഞുങ്ങളെ വളർത്തണം. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, യേശുക്രിസ്തുവിൻ്റെ കരുതലിൽ, കാരുണ്യത്തിൽ, നീതിബോധത്തിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ നമുക്ക് കഴിയണം. ഈ 2 ചിന്തകളാണ് പിന്നെ. ഒന്ന്, സ്ത്രീയും പുരുഷനും രണ്ടല്ല, ക്രിസ്തുവിൽ ഒന്നാണവർ. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് വേർപെടുത്താതിരിക്കട്ടെ. രണ്ടാമത്തെ വായന പ്രഭാതത്തിലാണ്. പ്രഭാതത്തിലെ വായന ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. പിശാച് ബാധിച്ച ഒരു ബാലനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ കുഞ്ഞിൻ്റെ അപ്പൻ യേശുവിനോട് യാചിക്കുകയാണ്, എൻ്റെ മകനെ സുഖപ്പെടുത്തണം. അങ്ങനെ യാചിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, നിൻ്റെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, എന്നാൽ അവർക്ക് സാധിച്ചില്ല. ഇവിടെ അപ്പൻ യാചിക്കുകയാണ്, എനിക്ക് ഏക മകനാണ്, അവനെ നീ സുഖപ്പെടുത്തണം. പിശാച് ബാധിച്ചിട്ട് അവനെ ഒത്തിരി ഉപദ്രവിക്കുന്നു.
നുരയും പതയും പുറപ്പെടുന്നവരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. അത് അവനെ വിട്ടുമാറുന്നില്ല. അതിനെ പുറത്താക്കാൻ ശിഷ്യന്മാരോട് പറഞ്ഞു. അവർക്ക് സാധിച്ചില്ല എന്നുള്ള ഒരു സങ്കടവും കൂടി പറയുന്ന സമയത്ത് യേശു ഈ ശിഷ്യന്മാരോട് പറയുകയാണ്, വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ നിങ്ങളോട് ക്ഷമിക്കും. വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയ്ക്ക് ഒരത്ഭുതവും പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല, സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. നമുക്ക് ഈ സമൂഹത്തിൽ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും നന്മകൾ, പ്രത്യേകിച്ച് സുവിശേഷാധിഷ്ഠിതമായ നന്മകൾ, അത് രോഗശാന്തിയായിരിക്കാം, അത്ഭുത പ്രവർത്തനങ്ങൾ ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം, ഏത് തരത്തിലുള്ള സുവിശേഷത്തിൽ ഊന്നിയ ഏത് നന്മകളും ഏത് പ്രവർത്തനങ്ങളും ചെയ്യണമെങ്കിൽ വിശ്വാസം കൂടിയേ പറ്റും. വിശ്വാസമില്ലെങ്കിൽ അത് നമുക്ക് തിരിച്ചടിയായി മാറും. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത അപ്പൻ്റെ യാചനയാണ്. യേശുവിനത് സാധിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ യാചന. രണ്ടാമത്തെ ചിന്ത നമ്മൾ സൂക്ഷിക്കേണ്ടത്, നമുക്കത് വിശ്വാസത്താൽ അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകില്ല. അപ്പോൾ വിശ്വാസം വളരെ വലുതാണ്. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണം എന്താ? വഴിപിഴച്ച തലമുറ എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യ മാർഗത്തിൽ നിന്ന് മാറി ലോകത്തിൻ്റെ മാർഗത്തിലേക്ക് വഴിപിഴക്കുകയാണ്, ലോകത്തിൻ്റെ മാർഗത്തിലേക്ക്. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹായുടെ വാക്കിലൊക്കെ പറഞ്ഞാൽ 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ, കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൽ പറയുന്നുണ്ട്, സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചപോലെ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 3-ാമത്തെ വാക്യം. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. കണ്ടോ, സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ക്രിസ്തുവിലുള്ള ലാളിത്യവും ക്രിസ്തുവിലുള്ള പ്രമാണങ്ങളൊക്കെയും നമ്മൾ അനുസരിക്കണം, അല്ലെങ്കിൽ ജീവിക്കണമെന്നുള്ളതാണ് ദൈവഹിതം. പക്ഷേ നമ്മൾ അതിൽ നിന്ന് പിന്മാറി ലോകപരമായിട്ട് ജീവിക്കാൻ മറ്റൊരു സുവിശേഷം, ഇവിടെ കപട അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ സുവിശേഷത്തിൽ തന്നെയുള്ളവരായിരിക്കും. ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിലും ലാളിത്യത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുന്ന. അപ്പോൾ അവിടെയാണ് വഴിപിഴയ്ക്കുക എന്ന് പറയുന്നത്. നേരായ വഴി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ലാളിത്യവും ക്രിസ്തുവിൻ്റെ വിശുദ്ധിയും. അതല്ലാതെ ക്രിസ്തുവിൽ നിന്ന് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ലോകപ്രകാരം ജീവിക്കുകയും ഒത്തിരി സ്ഥാനമാനങ്ങൾ സൗകര്യങ്ങളൊക്കെ നേടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക, ആർഭാട ജീവിതം നയിക്കുക, ഇതൊക്കെ ക്രിസ്ത്യാനികളുടെ ഇന്നത്തെ ജീവിത ശൈലിയാണ്. അന്നും അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, അത് രണ്ടാമത്തെ വായനയിൽ നമുക്ക് വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയാണ് നമ്മളെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. പിന്നെ യേശു പറഞ്ഞു, പീഡാനുഭവത്തെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. യേശു ഈ പീഡാനുഭവ വചനങ്ങൾ നിങ്ങളുടെ ആഴത്തിൽ ഹൃദയങ്ങളിൽ പതിയട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അവർക്കോ അത് സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. നമുക്കും അതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ക്രിസ്തു മനസ്സിലാക്കിയതുപോലെ ക്രിസ്തു അവൻ്റെ ജനനം മനസ്സിലാക്കി, ആ ജനനം ദാരിദ്ര്യമാണെന്ന് മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തച്ചൻ്റെ വീട്ടിലാണെന്ന് മനസ്സിലാക്കി, അതനുസരിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവഹിതമാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി, യെരുശലേമിൽ വെച്ച് മാതാപിതാക്കന്മാരുടെ കൂടെ പോകാതെ ജ്ഞാനികളോടുകൂടെ ഇരുന്ന്, അല്ലെങ്കിൽ
പരീശരുടെ ശാസ്ത്രിമാരോടുകൂടെ വേദപുസ്തക വ്യാഖ്യാനങ്ങളും തർക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും 30-ാമത്തെ വയസ്സിൽ മുഴുവൻ സമയവും പ്രേക്ഷിത വേലയ്ക്ക് ഇറങ്ങി. ആ വേലയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അന്ത്യവും യേശു മുന്നിൽ കണ്ടിരുന്നു. എന്താണ് അന്ത്യം? ഞാൻ ഈ ജനത്തിനു വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി മരിക്കേണ്ടവനാണ്, കൊല്ലപ്പെടേണ്ടത്. അത് ഇന്ന കാരണങ്ങൾ വഴി ഇന്ന രീതിയിലായിരിക്കും ഞാൻ കൊല്ലപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു പാക്കേജായിരുന്നു യേശുവിൻ്റേത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അവൻ്റെ ജനനം മുതൽ അവൻ്റെ മരണാനന്തരം വരെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കണം. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞു, പീഡാനുഭവത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ അവർക്കതൊന്നും ആഴത്തിൽ പതിയുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് കഴിയണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് കഴിയും. ശിഷ്യന്മാർക്കത് കിട്ടി. അതുകൊണ്ട് നമ്മൾ മാമോദീസായിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ, എന്നിൽ കത്തി ജ്വലിക്കണമേ, നമ്മളുടെ ഈ വേദപുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കുവാൻ ഹൃദയത്തെ ഒരുക്കണമേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. നമ്മൾ വീണ്ടും പഴയ നിയമത്തിലേക്ക് പോവുകയാണ്. സംഖ്യാപുസ്തകം 29-35 മുതൽ 40 വരെ വാക്യങ്ങളാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്: വിവിധ തരത്തിലുള്ള നേർച്ചകളും കാഴ്ചകളുമായി കർത്താവിൻ്റെ സന്നിധിയിൽ വരണം, വെറും കൈയോടെ വരരുത് എന്നാണ് അവിടെ ദൈവത്തിൻ്റെ അരുളപ്പാട്. സക്കറിയ പ്രവചനം നമ്മൾ വായിക്കുന്ന 8-1 മുതൽ 4 വരെയാണ്. ജെറുസലേം പുനരുദ്ധരിക്കപ്പെടും, ദൈവമക്കൾ സമാധാനം അനുഭവിക്കും. എന്തെല്ലാം സങ്കടങ്ങൾ ജീവിതത്തിലുണ്ടായാലും ദൈവം ഇടപെടുമെന്നുള്ളത് അതിനോട് ചേർന്ന് തന്നെ കുറച്ചും കൂടി ബലം നൽകുന്ന ഒരു വചനമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 54-5 മുതൽ 8 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, കർത്താവാണ് ഏകരക്ഷകനും കർത്താവാണ് വിമോചകനും എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. മഹാകരുണയോടെ നമ്മളെ തിരിച്ചു വിളിക്കും. കർത്താവ് എത്ര ദേഷ്യത്തിൽ നമ്മളെ ഉപേക്ഷിച്ചാലും മഹാകരുണയോടെ നമ്മളെ തിരിച്ചു വിളിക്കുമെന്നുള്ളൊരു സന്ദേശമാണ് വരുന്നത്. യെശയ്യാ പ്രവചനം 54-5 മുതൽ വാക്യങ്ങൾ. 1-ാമത്തെ വാക്യമാണ്, നിൻ്റെ സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ. നിൻ്റെ സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ്. എല്ലാ സ്ത്രീകളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കൽ ഒരു സഹോദരി ഒരു ധ്യാനത്തിന് പോയിരിക്കുകയാണ്. ഭർത്താവ് ഭയങ്കര മദ്യപാനിയും ഭർത്താവ് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുന്നത് സംശയത്തിൻ്റെയൊക്കെ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവർക്കൊരു സമാധാനത്തിന് വേണ്ടി ഇവരൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ധ്യാന സ്ഥലത്തേക്ക് ഒരു പിറ്റേ ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞാണ് അനുവദിച്ചിട്ടാണ് പോയിരിക്കുന്നതെങ്കിലും ഭർത്താവിന് ഈ അസ്വസ്ഥത പെരുകി ഭർത്താവ് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഭാര്യ അന്വേഷിച്ച് വന്നേക്കാണ്. ധ്യാനത്തിൻ്റെ 2-ാം ദിവസം ഭർത്താവ് വന്നിട്ട് ധ്യാന കേന്ദ്രത്തിലെ വൈദികരോടും മറ്റ് എല്ലാവരോടും അവിടുത്തെ പ്രേക്ഷകരൊക്കെ കൂടി ഈ സ്ത്രീയെ നിർബന്ധമായിട്ട് വിളിക്കുകയാണ്. അങ്ങനെ അപ്പോൾ അവിടെ കൂടിക്കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ ഒരു വാക്കുണ്ട്. സ്ത്രീക്ക് ധ്യാനം കൂടി പൂർണ്ണമായി ധ്യാനം കൂടണമെന്ന ആഗ്രഹമാണ് ഈ സ്ത്രീക്കുള്ളത്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ ഒരു വാക്കാണ് ഈ സ്വന്തം ഭർത്താവിനോട്, നിൻ്റെ സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഇപ്പോൾ കർത്താവിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണോ നിൻ്റെ തീരുമാനം എന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞു. അദ്ദേഹം ചെറിയ പണക്കത്തോടു കൂടി പോയി. ഭാര്യ അവിടെ ഇരുന്ന് ധ്യാനം കൂടി. പ്രിയമുള്ളവരെ, അതൊന്നും ഒരു വേർപിരിയലിലേക്ക് കാരണമായില്ല. വീണ്ടും അവർ സന്തോഷത്തോടെ കൂടി തന്നെ ജീവിച്ചിടത്തോളം കാലം ജീവിച്ചു. ആ ഭർത്താവിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ പിന്തുടർന്നു. ഈ സ്ത്രീ കർത്താവിലുള്ള സന്തോഷത്തിൽ കർത്താവിലുള്ള ആശ്രയത്തിൽ ജീവിക്കുവാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ ഇത് ഞാൻ കണ്ട ഒരു അനുഭവമാണ്, കേട്ടറിവല്ല, കണ്ട അനുഭവമാണ്. ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കണ്ട അനുഭവമാണ്. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിൻ്റെ സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ്. ഇത് ഓരോ വ്യക്തിക്കും അവനവനെക്കുറിച്ചുള്ള ഒരു എന്താ പറയണേ ഒരു ഉയർച്ച തോന്നണം. ആദ്യം ഞാൻ സ്വന്തമായിരിക്കേണ്ടത് എൻ്റെ സൃഷ്ടാവിനാണ്, എൻ്റെ ദൈവത്തിനാണ്. എൻ്റെ ദൈവമാണ് ബാക്കിയുള്ളതെല്ലാം എനിക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ദൈവത്തെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും എന്ന് പറയാനുള്ള എത്ര വ്യക്തിബന്ധങ്ങളായാലും ഏത് തരത്തിലുള്ള ഭൗതികത സമ്പത്തോ എന്ത് ആയാലും എൻ്റെ ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ ഇവിടെ 7-ാമത്തെ വാക്യം പറയുകയാണോ,
നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. നിമിഷ നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, എനിക്ക് നിന്നെ കാണണ്ട, നീ പൊയ്ക്കോ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ പറയുന്നത് പോലെ നീ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല, നീ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എന്താ പറയുന്ന ശകാരിക്കുന്ന രീതിയിൽ യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, 5-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് രമ്യതപ്പെടണമെന്നൊക്കെയാണ് പ്രവാചകനിലൂടെ ദൈവം പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇവിടെ ഈ 54-ാം അധ്യായത്തിൽ പ്രവാചകനിലൂടെ ദൈവം പറയാണ് അതൊക്കെ നിമിഷ നേരത്തേക്കാണ്. നിമിഷ നേരത്തേക്കുള്ള നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, എന്നാൽ മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വച്ചു, എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിൻ്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ അനന്തമായ സ്നേഹമാണ് തിരിച്ചു വിളിക്കുമ്പോൾ നമുക്ക് നൽകുന്നത്. അത് ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെയൊക്കെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഇവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ജീവിതത്തിലേക്ക് എന്താ പറയുന്നത്, കർത്താവിനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എവിടെയെങ്കിലും നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനായിട്ട് ശ്രമിക്കാം. കാരണം കർത്താവ് നമ്മളെ കാത്തിരിക്കുന്നു. വീണ്ടും നമ്മൾ വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി നിന്നാണ്. അതിൻ്റെ 18-ാമത്തെ അധ്യായം 24 മുതൽ 28 വരെ വാക്യങ്ങളാണ്. അവിടെ അപ്പോളോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അലക്സാന്ദ്രിയക്കാരനായ ഒരു യഹൂദനാണ്. അദ്ദേഹം യേശുക്രിസ്തുവിനെ കേട്ടു. യോഹന്നാൻ്റെ സ്നാനമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ അദ്ദേഹം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് പരിശുദ്ധാത്മാവിനുള്ള സ്നാനം സ്വീകരിച്ചിട്ടില്ല, യോഹന്നാൻ്റെ സ്നാനമാണ് സ്വീകരിച്ചത്. എന്നിട്ടും വളരെ വ്യക്തമായിട്ട് എഴുതുകയാണ്, എന്താ പറയുന്നത്, ആത്മാവിൽ ഉണർവോടെ യേശുക്രിസ്തുവിനെ കുറിച്ച് തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവർത്തനം 18-ാം അധ്യായത്തിൻ്റെ 24-28 വരെയുള്ള വാക്യങ്ങൾ. അവിടെയാണ് നമ്മൾ ആ തീഷ്ണത മനസ്സിലാക്കേണ്ടത്. പിന്നീടാണ് ഇദ്ദേഹത്തിന് പൗലോസ്ലീഹ കാണുകയും നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനം സ്വീകരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല എന്ന് പറയുകയും, എന്നാൽ അവിടെ പൗലോസ് എഫേസുസിൽ വെച്ച് അവരെ സ്നാനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മളിൽ എത്രമാത്രം തീഷ്ണതയുണ്ടെന്ന് ഈ അപ്പോളോസിൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ആത്മാവിൽ യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. അവൻ സിനഗോഗിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി. പ്രിസ്കില്ലയും അക്വിലായും അവൻ്റെ പ്രസംഗം കേട്ടു. അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിൻ്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. പ്രിയമുള്ളവരെ, അധികാരികളിൽപ്പെട്ടവർ പോലും പ്രസംഗം കേൾക്കത്തക്കവണ്ണമുള്ള ക്രിസ്തു സ്നേഹത്തോടെ വാക്സാമർത്ഥ്യത്തോടു കൂടി തെറ്റുകൂടാതെ, സത്യം പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നതെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ തന്നെ ഈ പരിശുദ്ധാത്മാവിനാൽ നിറയാതെ തന്നെ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹവും ബന്ധവും ആ വിശ്വാസം കൊണ്ട് തന്നെ പ്രിയമുള്ളവരെ യേശുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് അനേക ആളുകൾ അങ്ങനെ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് പ്രസംഗിക്കുന്നുണ്ട്. മറ്റ് ജാതി മതസ്ഥരിൽ നിന്ന് അവർ ക്രിസ്തുവിനെയൊക്കെ അറിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് 3, 4, 5 വർഷം കഴിഞ്ഞൊക്കെ സ്നാനപ്പെട്ടവരെ എനിക്കറിയാം. അവരാദ്യം യേശുവിനെ മറ്റുള്ളവരോട് ധൈര്യപൂർവ്വം പറയുന്ന അനുഭവമാണ്. അതുകൊണ്ട് 2-ാമത്തെ വായനയിലേക്ക് നമുക്ക് കടക്കാം. നമ്മളും ഇതുപോലെ പ്രിയമുള്ളവരെ കൃത്യമായൊക്കെയാണോ നമ്മൾ പോകുന്നതെന്നുള്ള പരിശോധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. 2-ാമത്തെ ലേഖനം എന്ന് പറയുന്നത് കൊലോസ്യ ലേഖനമാണ്. 1-21 മുതൽ 26 വരെ വാക്യങ്ങൾ. 2 കാര്യങ്ങളാണ് അവിടെ കൃത്യമായി പറയുന്നത്. 1, വിശ്വാസ സ്ഥിരത. 2, മറഞ്ഞിരുന്ന രഹസ്യം തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി. മറഞ്ഞിരുന്ന രഹസ്യമാണ്. നൂറ്റാണ്ടുകളായി ഇസ്രായേലിന് മറഞ്ഞിരുന്ന, ലോക ജനത്തിന് മറഞ്ഞിരുന്ന രഹസ്യം
വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെളിപ്പെടുത്തി. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ ദൈവമേ അവിടുത്തെ രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഇങ്ങനെ പാടുന്നുണ്ട്. പെസഹായുടെ ദിവസം വിശുദ്ധ കുർബാന അനുഭവ സമയത്ത് പാടുന്നൊരു ഗീതമുണ്ട്. രഹസ്യം രഹസ്യം കൽപ്പേച്ചീശൻ, രഹസ്യമെനിക്കും എൻ വീട്ടുകാർക്കും. രഹസ്യം എനിക്കും എൻ്റെ വീട്ടുകാർക്കും യേശുനാഥൻ കൽപ്പിച്ച് നൽകിയെന്നും. അതുകൊണ്ട് വിശ്വാസസ്ഥിരത ഉള്ളവർക്ക് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുമെന്നുള്ള ആ ഒരു ഓർമ്മയാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് എൻ്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, എനിക്ക് സമൂഹത്തിൽ യേശുവിനെ മറ്റുള്ളവരോട് സാക്ഷിക്കാൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകണമേ. അപ്പോളോസിനൊക്കെ കൊടുത്തതുപോലെ, ശിഷ്യന്മാർക്ക് കൊടുത്തതുപോലെ എനിക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇനി എവൻഗേലിയോനാണ്. അതാണ് ഇതിൻ്റെ എല്ലാം പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ വിശ്വാസസ്ഥിരതയും ഈ കരുതലും കാരുണ്യമൊക്കെ ആർക്കാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അത് കൃത്യമായി ഇവിടെ പറയുകയാണ്. യേശു പറയുകയാണ്, ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെ വാക്യങ്ങൾ. എന്താണ് പറയുന്നത് അറിയാമോ? നിങ്ങൾക്ക് ധനത്തെയോ ദൈവത്തെയോ ഒരുപോലെ സേവിപ്പാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിപ്പാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ, ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പണക്കൊതിയരായ ഫരിസേയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു. അവൻ അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. നിയമത്തിൻ്റെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നുവെങ്കിൽ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു, ഭർത്താവ് ഉപേക്ഷിച്ചുള്ള വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആദ്യം വായിച്ച ആ വായന ഒന്നും കൂടി നമുക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അവിശ്വസ്തതയും വഴിപിഴച്ചതുമായ കോട്ടവുമുള്ള തലമുറയെ എത്ര കാലം ഞാൻ നിങ്ങളോട് കൂടെയിരുന്നു. ഇവിടെ പ്രിയമുള്ളവർ, ധനത്തിന് യജമാനൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു വ്യക്തിയായി കാണിച്ചിരിക്കുകയാണ് യേശു. ധനത്തിന് മാമോൻ എന്നർത്ഥം വരുന്നുണ്ട്. ഇതൊരു അരാമ്യ പദമാണെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. ധനദേവത എന്ന അർത്ഥമുണ്ട് ധനത്തിന്. ഈ മാമോന് ധനദേവത. ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു, ഒരാൾ ചതിക്കപ്പെട്ടു. ധനാഗമ മാർഗമാകുന്ന ഏതോ ഒരു വസ്തു, മന്ത്രം ചെയ്ത ഒരു വസ്തു, അതിൻ്റെ കളറൊക്കെ മാറ്റി കാണിച്ചിട്ട് ഒരാൾ വിൽക്കാൻ ശ്രമിച്ചു. അയാൾ അറസ്റ്റ് ചെയ്തേക്കാണ്. എത്രയോ ലക്ഷങ്ങൾക്ക് വില വരുന്നതാണ്. 1.25 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചു, ചതിക്കപ്പെട്ടുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ, ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ വിവരമില്ലാത്തവരായോ? ഓരോ മനുഷ്യരും സമ്പന്നരാകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്നു. സത്യസന്ധമായി ജീവിക്കുന്ന സമ്പന്നരൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. വലിയ വലിയ ഇപ്പോൾ ഈ യൂസഫ് അലി സാറൊക്കെ, ലുലുമാളിൻ്റെയൊക്കെ ആ സാറൊക്കെ പറയുന്നത് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഓരോ വ്യക്തികളെയും പറയുമ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് അവരെത്തിയെന്നാണ് പറയുന്നത്. അല്ലാതെ അവരൊന്നും ഇങ്ങനെ ഈ ധനാഗമ മാർഗങ്ങൾ വരുത്തുന്ന ഈ സാധനം എടുത്തില്ല. അപ്പം ഞാൻ ഈ ഭാഗം ചിന്തിച്ചു. ഈ വചനം, ഈ ധനദേവത, ഈ മാമോൻ,
സത്യത്തിൽ ഇന്നും അത് തന്നെ സംഭവിക്കുകയാണ് മനുഷ്യർക്ക്. ഇത് ഞാൻ ഇന്ന് രാവിലെ പത്രത്തിൽ വായിച്ച കാര്യം പറയുന്നത്, ഈ ചതിയിൽപ്പെട്ട കാര്യം. പ്രിയമുള്ളവരെ, ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സാത്താൻ യേശുവിനോട് പറയുന്നുണ്ട്, നീ എന്നെ ആരാധിച്ചാൽ ഈ കാണുന്നതെല്ലാം എൻ്റെ അധീനതയിലാണ്, ഞാൻ നിനക്ക് തരുമെന്ന് പറയുകയാണ്. 4-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവുന്നു. ഞാൻ പറഞ്ഞ പ്രിയമുള്ളവരെ, ഈ മാമോൻ എന്ന് പറയുന്നതിന്, ഈ ധനത്തിന് ഇങ്ങനെ ഒരു വ്യക്തിത്വം കൊടുക്കാൻ കാരണം ഈ സാത്താൻ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് യേശു പറഞ്ഞു. കാരണം സമ്പന്നൻ്റെ അവനെ വഴിതിരിച്ചു വിടാൻ സാത്താൻ എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് സമ്പത്തിനെ പേടിയാണ്. ഇപ്പോൾ വീണ്ടും പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നീ ദ്രവ്യാഗ്രഹം വിട്ട് ഓടണമെന്നാണ് പറയുന്നത്. ഇവ വിട്ട് ഓടണമെന്ന് പറയുന്നത് 6-ാം അധ്യായത്തിൽ. ധനികനാകാൻ ആഗ്രഹിക്കുന്നവൻ പ്രലോഭനത്തിലും കണിയിലും മനുഷ്യന് നാശത്തിലേക്കും അധപ്പതനത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങൾ നിബന്ധിക്കുന്നു. എന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണമെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. യേശു തന്നെ പറയുന്നു, സമ്പന്നരെ നിങ്ങൾക്ക് ആ കഷ്ടം എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്പന്നത ദൈവത്തിൽ നിന്നാണോ ഈ മാമോനിൽ നിന്നാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഓരോ വ്യക്തിയും ദൈവത്തിൽ നിന്നാണെങ്കിൽ ആ സമ്പത്തിന്മേൽ നീതിബോധമുണ്ടാകും. അബ്രാഹത്തെ പോലെയൊക്കെ ഉള്ള ഒരു നീതിബോധം വരും. അബ്രാഹാം വലിയ ധനികനായിരുന്നു, പക്ഷെ അബ്രാഹത്തിൻ്റെ സമ്പത്തിന്മേൽ അബ്രാഹത്തിന് നീതിബോധം ഉണ്ടായിരുന്നു. അർഹത അല്ലാത്ത ഒന്നും അബ്രാഹാം വാങ്ങിയിട്ടില്ല. ബൈബിൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 13, 14, 15 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും, അബ്രാഹാം ദൈവത്തിൽ നിന്നല്ലാതെ ആരിൽ നിന്നും ഒരു സാധനവും വാങ്ങിയിട്ടില്ല. മാമോൻ എന്ന അരാമ്യ പദത്തിന് വരുമാനം, നിക്ഷേപം, ഭൗതിക സമ്പത്ത് എന്നിങ്ങനെ അർത്ഥമുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാമോൻ എന്ന അരാമ്യ പദത്തിന് വരുമാനം, നിക്ഷേപം, ഭൗതിക സമ്പത്ത് എന്നിങ്ങനെ അർത്ഥമുണ്ട്. അപ്പോൾ നമ്മുടെ വരുമാനം, നിക്ഷേപം, നമ്മുടെ നിലവിലുള്ള ഭൗതിക സമ്പത്ത്, ഇതൊക്കെ ആരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശപ്രകാരം ആരെ സേവിച്ചിട്ട് കിട്ടിയെന്ന് പരിശോധിക്കേണ്ടിയിരിക്കും. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അപ്പന് സുഖമില്ലാതെ ഒരു വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ വൈദ്യൻ ഒരു ജ്യോത്സ്യനും കൂടിയായിരുന്നു എന്നാണ് പറയുന്നത്. വൈദ്യൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ കഷ്ടത, ഈ രോഗം, ഈ പ്രശ്നം ഒരു പൈശാചിക ബാധയാണ്, ഒരു സർപ്പകോപമാണ്. നിങ്ങളുടെ സ്ഥലത്ത് സർപ്പമുണ്ടായിരുന്നു, ഈ സർപ്പത്തെ നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു, അറിഞ്ഞോ അറിയാതെയോ എന്ന് പറയാണ്. എന്നിട്ട് അപ്പനോട് ഓർക്കാൻ പറയണം. അപ്പോൾ അപ്പൻ ഓർത്തു, കൃഷി ചെയ്ത് അപ്പന് കിട്ടിയ സ്ഥലത്ത് ഒരു കാട് ഉണ്ടായിരുന്നു, അപ്പനതൊക്കെ വെട്ടിത്തെളിച്ചു, കൃഷിയൊക്കെ ചെയ്തു. അപ്പൻ്റെ ഓർമ്മയിലേക്ക് ഈ ജ്യോത്സ്യൻ ഇങ്ങനെ ഈ വൈദ്യൻ ഇങ്ങനെ ഉണർത്തിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് വൈദ്യൻ തന്നെ അതിന് പ്രതിവിധിയും പറഞ്ഞു, ആ കാട് അവിടെ തന്നെ നിലനിർത്തണം. എന്നിട്ട് നിങ്ങളുടെ ഭൂമി മനവക ഭൂമിയാണ്, അപ്പോൾ അതുകൊണ്ട് മനക്കയിൽ നിന്ന് അതിൻ്റെ ശാഖയുടെ ഭാഗമായിട്ട് നമ്പൂരിച്ചനെ വിളിച്ചുകൊണ്ടുവന്ന് ഈ വർഷത്തിലൊരിക്കൽ പൂജ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞു. എൻ്റെ അപ്പൻ പേടിച്ചിട്ട് അന്ന് മുതൽ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ ഞാനൊരു 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, പ്രിയമുള്ളവരെ, ഞങ്ങൾ അടയ്ക്കാമരത്തുനിന്ന് പൂക്കൊല, തെങ്ങേന്ന് കുരുത്തോല, പാല്, പഴം, പഞ്ചസാര ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ ബ്രാഹ്മണന് വർഷത്തിലൊരിക്കൽ ഏൽപ്പിച്ചു കൊടുക്കും. അദ്ദേഹം അവിടെ വന്ന് ആ കാട്ടിൽ കയറി ചുള്ളിക്കമ്പുകളെല്ലാം ഒടിച്ചു മാറ്റി ചുള്ളിയൊക്കെ എടുത്തിട്ട് ഒരു പാൽപ്പായസമൊക്കെ അവിടെ ഉണ്ടാക്കും. ഈ കുരുത്തോലിയൊക്കെ ഇങ്ങനെ വലിച്ചിടും, പൂക്കോലിയൊക്കെ തൂക്കിയിടും.
ഒരു സാധാരണ ഒരു കെട്ടുനിറയുടെ പ്രതീതിയൊക്കെ അവിടെ ഉണ്ടാക്കിയെടുക്കും. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യത്തിൽ എന്നിട്ട് ഞങ്ങളോട് പറയും, നിങ്ങളതിനെ ബഹുമാനത്തോടെ കണ്ടോളണം. അവിടെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മത്സ്യമാംസങ്ങളൊന്നും കഴുകിയ വെള്ളം ഞങ്ങളുടെ അടുക്കളയുടെ നേരെ എതിരിക്കണേ, നേരെ ഒഴിക്കരുത്, ചെരിച്ചൊഴിച്ച് കളഞ്ഞോളണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ചതിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മയെ ചതിച്ചു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ എത്രയോ വർഷം ഈ ധനഗമമാർഗം സുഖമാകാൻ എല്ലാ നാളും, പ്രിയമുള്ളവരെ, ഇത് കുറേ വർഷങ്ങൾ ഇത് ചെയ്തു പോകുന്നു. ഒപ്പം തന്നെ ഞാൻ അതിൻ്റെ ഇപ്രവശം ഞാൻ ഓർക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഒറ്റ ദിവസം മുടക്കാതെ ഞങ്ങളുടെ ഇടവകയിൽ 2 ചാപ്പലുണ്ട്. ഒന്ന് ഏലിയാസ് ബാത്കീസ് ബാവയുടെ നാമത്തിലുള്ള ചാപ്പലും മറ്റൊന്ന് വിശുദ്ധ ഗീവരസദായുടെ നാമത്തിലുള്ള ചാപ്പലും. ഞങ്ങൾക്ക് അന്ന് ഇടവപ്പള്ളിയില്ല. ഈ 2 ചാപ്പലിലും ഒറ്റ ദിവസവും മുടങ്ങാതെ മെഴുകുതിരി കത്തിക്കുകയും അന്നത്തെ കാലത്ത് 5 പൈസ വീതം ഈ 2 ചാപ്പലിലും നേർച്ചയിടുകയും ചെയ്യും. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നമസ്കരിക്കും, പുസ്തകത്തിലുള്ള പ്രാർത്ഥനകളെല്ലാം ചൊല്ലും, ബൈബിളും വായിക്കും, എന്നിട്ട് അത്താഴം തരുള്ളൂ. ഇത് രണ്ടും എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് അനുസരണമുള്ള ആളെന്നുള്ള നിലയ്ക്ക് ചെയ്തു പോന്നതാണ്. പിന്നെ ഞങ്ങൾ അതിൽ നിന്നൊക്കെ പിന്മാറിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കുറേ കൂടി ഞങ്ങൾ വലുതായി, വീടിൻ്റെ സൗകര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും താമസിക്കുന്ന സ്ഥല സൗകര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങൾക്കൊരു ശല്യമായി മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇതിനെ നമുക്ക് നിഷ്പ്രയാസമുള്ളൂ, കുറേ പണം മുടക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ മേൽനോട്ടത്തിൽ ഇതിനെടുത്തു മാറ്റാം, ഇതൊക്കെ എടുത്തു മാറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതിനുവേണ്ടി പണം ചിലവാക്കി അതൊക്കെ എടുത്തു മാറ്റി. പ്രിയമുള്ളവരെ, കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അനിയൻ്റെ വീട് പണിക്ക് സ്ഥാനം കാണാൻ, അന്നൊന്നും ഞങ്ങൾ കർത്താവിനെ വേണ്ടവണ്ണം അറിഞ്ഞിട്ടുള്ള ധ്യാനത്തിനൊന്നും പോയിട്ടില്ല. ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇത് എടുപ്പിച്ചതാണെങ്കിലും ഇത് പോയിട്ടില്ല, നിങ്ങളിപ്പോഴും ശ്രദ്ധിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള പണിയൊക്കെ ചെയ്തു. ഞങ്ങളുടെ നല്ല നേരം കൊണ്ട്, പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ദൈവം കരുണ കാണിച്ചതുകൊണ്ടും ഞങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടും ഞങ്ങൾക്ക് തന്നെ ആ നാളുകളിൽ തന്നെ ധ്യാനം കൂടാൻ ദൈവം ഇടയാക്കി. അതുവരെ ഞങ്ങളുടെ കുടുംബത്തൊരു സ്വസ്ഥതയോ സമാധാനമോ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ തീരെ പാവങ്ങളായിട്ട് ജനിച്ച് വളർന്ന് ഒക്കെ വന്നവരാണെങ്കിലും ഞങ്ങൾക്ക് സമാധാനം എന്തെന്നോ, ദാരിദ്ര്യം മാറി, സാമ്പത്തിക ദാരിദ്ര്യം മാറിയെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ആർക്കും തന്നെ. പക്ഷെ ഞങ്ങൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞതോടുകൂടി പിന്നെ ഞങ്ങൾ ആ ഭാഗമേ വിട്ടു. പ്രിയമുള്ളവർ, എന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പള്ളി ആ സർപ്പം വരുന്ന സ്ഥലത്താണ് ഇന്ന് ഞാൻ പണി ചെയ്തിരിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ അനന്തമായ. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിപ്പാൻ സാധ്യമല്ല. ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകർനാഥനുമായി സ്വീകരിച്ച് ധ്യാനം കൂടിയപ്പോൾ ആദ്യമെടുത്ത എൻ്റെ മനസ്സിൽ വന്ന തീരുമാനമാണ്, അന്നന്നത്തേക്കുള്ളത് മതി, നീ സമ്പാദിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ദൈവം തന്ന തീരുമാനം. അന്നന്നത്തേക്കുള്ളത് മതി, ഒരു ദിവസത്തേക്കുള്ള പിറ്റേ ദിവസത്തേക്ക് കരുതുക വേണ്ട. വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ അന്നന്നത്തുള്ളത് ദൈവം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇന്ന് കഴിഞ്ഞ 30 വർഷമായിട്ട്, പ്രിയമുള്ളവരെ, ഇത്രയും ആളുകൾ ഈ ദേവാലയവുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സ്ഥലം ഒരു കുടുംബത്തിൽ നിന്ന് ആരംഭിച്ചതാണ്. ഞാനും എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അതിന് മാറ്റമില്ല. പുച്ഛിച്ചു, പണക്കൊതിയനായ പരീശന്മാർ അവനെ പുച്ഛിച്ചു. പണക്കൊതിയരായ പരിസേർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്.
അടുത്ത വചനമാണ് ശ്രദ്ധിക്കണം. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. പ്രിയമുള്ളവരെ, സാത്താനോടും ധനത്തോടും ലൗകിക മോദങ്ങളോടും ശരീരത്തിൻ്റെ ഇച്ഛകളോടൊക്കെ ബലം പിടിക്കണം ദൈവസന്നിധിയിൽ കയറണമെങ്കിൽ. യോഹന്നാൻ വരെയായിരുന്നു പ്രവാചകന്മാർ, എന്നാൽ ഇപ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. എന്നിട്ട് പറയാണ്, ഒരു പുള്ളിയെങ്കിലും നിയമത്തിലെ അസാധ ആകുന്നതിനേക്കാൾ എന്ന് പറഞ്ഞാൽ അസാധാകുമല്ലേ, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മാറ്റില്ല. ഇപ്പോൾ ഈ പ്രസംഗം കേൾക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് പുച്ഛം വരാം. ഇയാൾ പറയുന്നതൊക്കെ എങ്ങനെ നടപ്പാവും? കഴിഞ്ഞ ദിവസം ഞാനൊരു ആളോട് സുവിശേഷം പറഞ്ഞൊരു ഒരു സഹോദരിയാണ്. അവർ എന്നോട് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ, ബൈബിളിൽ പറഞ്ഞതൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് അവരിങ്ങനെ വളരെ ലാഘവത്തോടു കൂടി നമ്മളോട് സംസാരിക്കുകയാണ്. കാരണം അവർ കേട്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാൽ അവർ ഒരു ഭക്ത ജീവിതത്തിൻ്റെ ഉടമയാണെന്നാണ് ചിന്ത. പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവരുടെ വിചാരം. കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവർ ചോദിച്ചത് എന്നോട് ഇങ്ങനെയാണ് ചോദിച്ചത്, ബൈബിൾ പറയുന്ന പോലെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ചോദ്യം ഇപ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചോദിക്കാം, ഈ പറയുന്ന പോലെയൊക്കെ പറ്റുമോ? പക്ഷേ പറ്റുമെന്നുള്ളൊരു ഉറപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാമോൻ എന്ന അരാമ്യ പദത്തിന് വരുമാനം, നിക്ഷേപം, ഭൗതിക സമ്പത്ത് എന്നിങ്ങനെ അർത്ഥമുണ്ട്. അപ്പോൾ നമ്മുടെ ഭൗതിക സമ്പത്ത് വർദ്ധിക്കുന്നതിൻ്റെ നമ്മുടെ തലമുറകൾ, നമ്മുടെ പൂർവികരെങ്ങനെ ഉണ്ടാക്കിയ സ്വത്താണ്. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വത്ത് എങ്ങനെയുള്ളതാണ്? നമ്മുടെ വരുമാനം ഏത് മാർഗത്തിലൂടെയാണ്? എല്ലാ മാസത്തിലും നമ്മളെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഓട് പറഞ്ഞു, നിങ്ങൾ ബാറ് ലൈസൻസ് ഉണ്ട് അദ്ദേഹത്തിന്, മദ്യം വിൽക്കാനുള്ള ലൈസൻസ്. അദ്ദേഹത്തോട് ഇങ്ങനെ പറയാനിടയായി, ഈ മദ്യക്കച്ചവടം പാപമാണ്. മദ്യം കുടിക്കുന്നതും മദ്യം കൊടുക്കുന്നതും മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതും പാപമാണ്. അപ്പോൾ ആ മനുഷ്യൻ നമ്മളോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, നീ നമ്മൾ തമ്മിൽ സംസാരിക്കണ്ട, എൻ്റെ തൊഴിൽ ഇതാണ്, ഞങ്ങൾ കാർന്നന്മാരായിട്ട് ചെയ്തു തന്നെ തൊഴിലാണ്, ഞങ്ങൾ ഇതിൽ നിന്ന് ദാനധർമ്മം ചെയ്യാറുണ്ട്, മറ്റു പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, എനിക്കിതൊക്കെ നിർത്തിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ, അല്ലെങ്കിൽ ഈ ആശ്രമത്തിലേക്കുള്ള, ഈ പ്രത്യാശ ഭവനിലേക്കുള്ള വരുമാനമേ അയാൾ നിർത്തിക്കളഞ്ഞു. ഒറ്റ വർത്താനം, വരുമാനം, ഇത്രയേ പറഞ്ഞുള്ളൂ. പണമുണ്ടായിട്ട് ദാനധർമ്മം ചെയ്യുന്നതിലല്ല പുണ്യം, പണം ഉണ്ടാക്കുന്ന മാർഗം വിശുദ്ധമായിരിക്കണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഇത്രേ പറഞ്ഞുള്ളൂ. ആ ദാനധർമ്മം തരാതെ എഴുന്നേൽപ്പിച്ചു വിട്ടു. 1.5 കൊല്ലത്തോളം കൃത്യമായി വരുമാനം തന്നുകൊണ്ടിരുന്നയാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ വരുമാനത്തിലും നമ്മൾ ശ്രദ്ധിക്കണം, നമുക്കിന്നുള്ള നിക്ഷേപത്തിലും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഭൗതിക സമ്പത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. ഈ വഴിയിൽ ഈ മാമോനുണ്ടോ? ഇവിടെയാണോ നമ്മുടെ സേവനം? യേശുവിനെയാണോ നമ്മൾ സേവിക്കുന്നത്? യേശുവിന്. ഞാൻ ഒരു ഉദാഹരണം ആളുകളോട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്. ഞാൻ ഇങ്ങനെ പറയും, ഒരു വീട്ടിൽ ഒരമ്മച്ചി ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഒരു അപ്പച്ചൻ ഉപയോഗിച്ചിരുന്ന ബൈബിള് കുറേ ദിവസമായിട്ട് കാണാനില്ല, കുറേ നാളായിട്ട് കാണുന്നില്ല. കാരണം ബൈബിളൊക്കെ പഴയ കാലത്ത് ഇപ്പോഴാണ് ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. മറ്റതൊക്കെ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു പ്രത്യേക ദിവസമൊക്കെയാണ് ബൈബിൾ ഉണ്ടോ എന്ന് ചോദിക്കണത്. ചില വീട്ടിലുണ്ടാകാറുമില്ല. അപ്പോൾ ഈ പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഒരു ബൈബിൾ കിട്ടും വർഷത്തിലൊരിക്കൽ. ആ ബൈബിളാണെങ്കിൽ കാര്യമായിട്ട് ഗൗനിക്കാറുമില്ല. ഞാനൊരു വീട്ടിൽ ചെല്ലുമ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയ ബൈബിള് അവിടുത്തെ കൊച്ചുങ്ങൾ ഈ കാളവണ്ടി കളിക്കണ പോലെ ബൈബിളിൽ കയറ് വള്ളി കെട്ടി മുറ്റത്തേക്കിടെ വലിച്ചുകൊണ്ട് കിടക്കുന്നു. സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്, ഗിഡിയൻസ് ബൈബിൾ എന്ന് പറഞ്ഞൊരു ബൈബിള് എന്ന് പറഞ്ഞ പോലെയാണ്. പഴയ കാലത്ത് അങ്ങനെയൊക്കെയാണ്. അപ്പം എൻ്റെ ചോദ്യം ഇതായിരുന്നു, ആ കാലത്ത് തന്നെ ചിലരൊക്കെ രഹസ്യ സ്വഭാവമുള്ള ആളുകളാണ്. അപ്പോൾ ബൈബിളിൽ വരെ പൈസ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ചോദ്യം ഇതാണ്, അന്നത്തെ കാലത്ത് ഒരു 5 രൂപയും നഷ്ടമായി, ഒരു ബൈബിളും നഷ്ടമായി, ഒരു 5 രൂപ നഷ്ടമായി, കാണാനില്ല. ഏതോ ഒരു ദിവസം വീട്ടിലെ സാധനങ്ങളെല്ലാം പറക്കി അടുക്കിയൊക്കെ എന്തോ ഒരു കാരണത്താൽ
ഒന്ന് വീട് അടിച്ചു വാരി ശുദ്ധീകരിക്കേണ്ട സമയം വന്നപ്പോൾ ഇതെല്ലാം ചെയ്തു വന്നപ്പോൾ ഈ ബൈബിളും കണ്ടു, ഈ 5 രൂപയും കണ്ടു. എൻ്റെ ചോദ്യം ഇതാണ്, പെട്ടെന്ന് ഈ 5 രൂപ എടുത്ത് പൊടി തട്ടി എടുക്കുമോ അതെയോ ബൈബിൾ ആദ്യം എടുക്കൂ? ഒന്നാമത്തെ കൈകൊണ്ട് രണ്ടും ഒപ്പമാണ് കാണുന്നത്, ഒന്നാമത് എടുക്കുന്നത് ബൈബിളായിരിക്കുമോ നോട്ടായിരിക്കുമോ? ഇതാണ് എൻ്റെ ചോദ്യം. ചോദ്യം കേട്ടവരൊക്കെ ചിരിച്ചിട്ടേ ഉള്ളൂ. ചിരിയിലൂടെ മനസ്സിലാക്കാനുള്ള മറുപടി നമുക്ക് ബോധം ദൈവം തന്നിട്ടുണ്ടല്ലോ. ആ ചിരിയിൽ എന്താണ്? ഈ 5 രൂപയാണ് ആദ്യം എടുത്ത് വൃത്തിയാക്കുന്നത്. ഇവിടെയാണ് സേവനം. ഈ ബൈബിളിനെയും പൊടി തട്ടി എടുക്കണം, ഈ 5 രൂപേനെയും പൊടി തട്ടി എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയത്നങ്ങൾ മുഴുവൻ പണത്തെ ഭയന്നുകൊണ്ടാണോ? പണത്തിൻ്റെ മീതെ പരുന്തും പറക്കില്ല എന്നൊരു ഇത് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പണത്തിൻ്റെ മീതെ പരുന്തും പറക്കില്ല. റോമിൽ മത്തായി ശ്ലീഹായുടെ ഒരു പ്രതിമയുണ്ടെന്നാണ് പറയുന്നത്. ഒരു ചുങ്കപ്പെട്ടിയുടെ പുറത്ത് കയറി നിന്നിട്ട് ബൈബിൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രമുണ്ടെന്ന്, പ്രതിമ. പണത്തിൻ്റെ മീതെ പരുന്തല്ല, സുവിശേഷം പറക്കുമെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, മാമോനും ദൈവത്തെയും നിങ്ങൾക്ക് ഒരുപോലെ സേവിപ്പാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു സമയം വരുമ്പോൾ ഒന്നിനെ ഉപേക്ഷിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മാമോനെ ഉപേക്ഷിച്ച് ദൈവത്തെ സേവിക്കാമെന്നുള്ള പ്രതിജ്ഞ എടുക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിജ്ഞയായിട്ട് മാറണം. ദൈവമേ, എൻ്റെ പ്രതിജ്ഞ, ഞാൻ സമ്പത്തിനല്ല ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്, ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം. അതുകൊണ്ട് എൻ്റെ സമ്പത്തിന്മേൽ, എൻ്റെ വരുമാനത്തിന്മേൽ, എൻ്റെ നിക്ഷേപത്തിന്മേൽ, എൻ്റെ ഭൗതിക സ്ഥാവര ജംഗമ വസ്തുക്കളുടെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള മാമോൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ, പാപത്തിൻ്റെ വഴികൾ, സാത്താൻ്റെ ഉപദേശപ്രകാരമുള്ള ഏതെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ, സക്കായി പറഞ്ഞതുപോലെ ഞാനതെല്ലാം ഉപേക്ഷിക്കുന്നു, തിരികെ കൊടുക്കുന്നു, ദരിദ്രർക്ക് കൊടുക്കുന്നു. ഈ ഒരു പ്രതിജ്ഞ നമുക്കെടുക്കാൻ സഹായിക്കട്ടെ. ഈ ധ്യാനം എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ദൈവം നമ്മൾ നിറയ്ക്കട്ടെ. സ്ലീബാക്ക് ശേഷം വരുന്ന 4-ാമത്തെ ഞായറാഴ്ചയുടെ ഈ വായനകളും ഈ ധ്യാനങ്ങളും നമ്മളെ ഒത്തിരി ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമുള്ളവരാക്കി തീർക്കട്ടെ. ഒരിക്കൽ കൂടെ ചിന്തിക്കുക, നിങ്ങൾക്ക് ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സേവിപ്പാൻ സാധ്യമല്ല. പരീശരായ പണക്കൊതിയരായ പരീശന്മാർ യേശുവിനെ പുച്ഛിച്ചു. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയം പരിശോധിക്കുന്നു. യോഹന്നാൻ വരെയായിരുന്നു പ്രവാചക ഗണം, എന്നാൽ ഇപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ബലവാന്മാർ ദൈവരാജ്യം പിടിച്ചടക്കുന്നു. നിയമത്തിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ തെറ്റിപ്പോകുന്നെങ്കിൽ അത് പ്രിയമുള്ളവരെ അസാധ്യമാണ്, മാറിപ്പോവുകയില്ല. ന്യായവിധിക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.